ഹലോ ഗൈസ്, ഇന്നാണ് ഇന്ത്യ വേഴ്സസ് ജർമ്മനി തമ്മിലുള്ള ഹോക്കിയുടെ ഒളിമ്പിക് സെമി ഫൈനൽ പോരാട്ടം നടക്കാനിരിക്കുന്നത്. അതെ, ഒരു ആവേശോജ്വലമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ക്രിക്കറ്റിനും ഫുട്ബോളിനും കിട്ടുന്ന അതേ ആ ഒരു സ്വീകാര്യത നമ്മുടെ കേരളത്തിൽ ഹോക്കിക്ക് കിട്ടുന്നില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്തൊക്കെയാലും നമ്മുടെ ഇന്നത്തെ വിഷയം ഹോക്കി കളിയെക്കുറിച്ച് തന്നെയാണ്. ഇന്ത്യയുടെ ഒരു മത്സരം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യാതെ പോവുക? തീർച്ചയായിട്ടും ഹോക്കി ആരാധകരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ടോക്കിയോ ഒളിമ്പിക്സിനു പിന്നാലെ പാരീസിലും മെഡൽ എന്ന സ്വപ്നത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ടീം. സ്വർണ്ണ മെഡൽ എന്ന അന്തിമ ലക്ഷ്യത്തിനും ഇന്ത്യക്കുമിടയിൽ ഇനി വെറും 2 വിജയങ്ങളുടെ ദൂരം മാത്രമേ ഉള്ളൂ. യെസ്, സെമി ഫൈനലിൽ കരുത്തരായിട്ടുള്ള ജർമ്മനിക്കെതിരെ നമ്മുടെ ഇന്ത്യൻ ടീം ഇന്ന് കളിക്കുന്നു. ഇന്ന് ചൊവ്വാഴ്ച രാത്രി 10:30 ഈ ഒരു ആവേശോജ്വലമായിട്ടുള്ള പോരാട്ടം അരങ്ങേറാനിരിക്കുന്നത്. ഗൈസ്, അപ്പൊ ഇന്ന് വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് എത്താൻ വേണ്ടി തന്നെയായിരിക്കും നമ്മുടെ ചുണക്കുട്ടികൾ ഇറങ്ങുന്നത്. എന്തൊക്കെയായാലും നേരത്തെ കരുത്തരായിട്ടുള്ള ബ്രിട്ടനെ ഷൂട്ടൌട്ടിൽ 4-2 തകർത്തുകൊണ്ടാണല്ലോ സെമിയിലേക്ക് ഇന്ത്യ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയപ്പോൾ മത്സരം ഷൂട്ടൌട്ടിലേക്ക് എത്തുകയായിരുന്നു. നിശ്ചിത സമയത്തും ഷൂട്ടൌട്ടിലുമെല്ലാം മിന്നുന്ന പ്രകടനമാണ് നമ്മുടെ മലയാളി താരമായിട്ടുള്ള PR ശ്രീജേഷ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ ഹീറോ ആയി മാറിയതും ഈ ഒരു താരം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നൊരു മലയാളിയും കളിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന മറ്റൊരു കാര്യം. എന്തൊക്കെയായാലും കളിയിൽ 10ലേറെ സേവുകളാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ലാസ്റ്റ് മാച്ചിൽ റെഡ് കാർഡ് വാങ്ങിയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കാരണം സെമി ഫൈനലിൽ ഇന്ന് രോഹിദാസ് കളിക്കില്ല എന്നുള്ളത് ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാണ്. അദ്ദേഹം ഇന്ത്യൻ പ്രതിരോധത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ. എന്തൊക്കെയായാലും പക്ഷേ ഇന്ത്യൻ ടീം പൊളിച്ചടക്കിക്കൊണ്ട് ആ ഒരു വിജയം തന്നെ കൈവരിക്കും, ഫൈനലിലേക്ക് എത്തുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ആരാധകരും കാത്തിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു ഒളിമ്പിക്സിന്റെ സെമി ഫൈനൽ പോരാട്ടമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ടീം കളിക്കുന്നതുകൊണ്ട് തന്നെ കളി കാണാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ്. മത്സരം ജിയോ സിനിമയിൽ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പോർട്സ് IT നെറ്റ്വർക്ക് TV ചാനലും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.